അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മക്കയിൽ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ ഇഹ്റാം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജഅറാന എന്ന് പറയുന്ന സ്ഥലം. മക്കയിൽ നിന്ന് 25 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഞാൻ അത്ഭുതപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് ഉംറ നിർവഹിച്ചു എന്നുള്ളതാണ്. വൈകുന്നേരം ഉംറ നിർവഹിച്ച് രാത്രി സഞ്ചരിച്ച് മക്കത്ത് വന്ന് ഉംറ പൂർത്തീകരിച്ച് രാവിലെ ആയപ്പോഴേക്കും ജഅറാനയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. 50 കിലോമീറ്റർ ദൂരം. ഇത് ഒരു പുതുമയുള്ള തന്നെയല്ലേ? നമുക്കൊക്കെ ഇപ്പോൾ വാഹന സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും 25 കിലോമീറ്റർ മാത്രം നടന്നാൽ പോരല്ലോ. തവാഫിന് നടക്കണം, സഅയിന് നടക്കണം. അതൊക്കെ നബിയും സ്വഹാബത്തും റളിയല്ലാഹു തആല അൻഹും അങ്ങനെ നിർവഹിച്ചു. ഈ ജഅറാനയിൽ നിന്നുള്ള ഉംറക്കാണ് കൂടുതൽ മഹത്വം. ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം ഉണ്ട് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഹുനൈൻ യുദ്ധം കേട്ടിട്ടില്ലേ? ഹവാസിൻ, അതുപോലെ തന്നെ ഈ മക്കൻ്റെയും ത്വായിഫിൻ്റെ ഒക്കെ ഇടയിലുള്ളൊരു സ്ഥലമാണ് ഈ ജഅറാന എന്ന് പറയുന്നത്. അപ്പോൾ സഖീഫ് ഗോത്രക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അവരോടൊക്കെ യുദ്ധം ചെയ്ത് ഹുനൈൻ യുദ്ധത്തിൽ വലിയ വിജയമൊക്കെ നേടി അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഈ ഉംറ നിർവഹിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു ക്ഷീണം എത്ര ഉണ്ടാവും? ഈ ജഅറാനയ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഒരു ഹജ്ജിൻ്റെ മഹത്വം ഉണ്ട് എന്ന് പറയുന്നതിനോട് കൂടെ തന്നെ 300ഓളം നബിമാർ ജഅറാനയിൽ വന്ന് ഇഹ്റാം ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവിടെ വലിയ മണ്ണിന് വല്ലാത്തൊരു മഹത്വമുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുള്ള വടി വെള്ളമില്ലാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ നബി തങ്ങൾ ആ കയ്യിലുള്ള വടി കൊണ്ടൊരു സ്ഥലത്തങ്ങ് കുത്തി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉറവ എടുത്തു. അവിടെ കിണറുണ്ട്, ബീറു ജഅറാന എന്ന് പറയും. ജഅറാനയിലെ കിണർ അവിടെ കാണാം, സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. ജഅറാനയുടെ ആ ചരിത്രം മനസ്സിലേക്ക് വരണം. ജഅറാന എന്ന് പേര് കിട്ടാൻ വേറൊരു കാരണമുണ്ട്. അത് രസകരമാണ്, നമുക്കൊക്കെ ജീവിതത്തിന് പാടാണ്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒരു തനി മണ്ടത്തിയായിരുന്നു, ഒരു വസ്വാസമുള്ള പെണ്ണായിരുന്നു. അവർ കുറേ രോമങ്ങളും പരുത്തിയൊക്കെ കൊണ്ടുവന്നിട്ട് വസ്ത്രം നെയ്യാൻ തുടങ്ങും. നൂൽക്കാൻ തുടങ്ങും, വസ്ത്രം നെയ്യാൻ തുടങ്ങും. നേരം വെളുത്ത് ഉച്ചവരെ അവരെ പണിക്കാരെല്ലാം കൂടെ പണിക്കാരോടും പറയും ഉച്ചവരെ നൂലൊക്കെ നെയ്ത് നല്ല വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കും. ഉച്ചയാകുമ്പോൾ അവരെന്ത് പറയും? അതൊക്കെയാണ് കഴിച്ചിടാൻ പറയും. ആ നെയ്തതൊക്കെ വേറെടുക്കാൻ വേണ്ടി പറയും. അള്ളാഹു പറയണം, നിങ്ങൾ കരാറ് പൊളിക്കാൻ പാടില്ല. കരാറ് എന്ന് പറയുന്നത് അത് വളരെ ശക്തമായ ഒരു സംഭവമാണ്. കരാറ് ലംഘനം നടത്താൻ പാടില്ല. അള്ളാഹു പറയാണ് വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹ. നിങ്ങളാവരുത് കല്ലത്തി നഖദത് ഗസ്ലഹ. അവരുടെ നൂല് നെയ്തതിന് ശേഷം മിൻബാദി ഖുവ്വത്തിൻ, ഒരുപാട് അധ്വാനവും മറ്റുമൊക്കെ ചിലവാക്കിയതിന് ശേഷം അവരുടെ നൂലിൻ്റെ നെയ്ത്ത് അവർ അഴിച്ചിട്ടു, വേറെടുത്തു. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഒരു കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞതാണ്. ഒന്നിരിക്കൽ ആ പെണ്ണിന് കരാറ് ആ പണി എടുക്കണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു, ആ കുഴപ്പമില്ല. പണിയെടുത്ത നിലക്ക് അത്രയും അധ്വാനിച്ച് പ്രയാസപ്പെട്ട് ജോലി എടുത്ത നിലക്ക് പിന്നെ ആ നെയ്തത് അവരെന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല, അഴിക്കാൻ പാടില്ല, വേറെടുക്കാൻ പാടില്ല. എന്നപോലെ ഒന്നിക്കൽ കരാറ് നടത്താതിരിക്കുക. കരാറ് നടത്തിയാൽ അത് ലംഘിക്കാൻ ബാധ്യസ്ഥമാണ്, അല്ലാത്തത് മഹാമോശമാണെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്.